എല്ലാവർക്കും സുപ്രഭാതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരിയുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളിലായിട്ട് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങാം. രാവിലെ തന്നെ ഒരു ബ്ലൂ ടീ കുടിക്കാമെന്ന് വിചാരിക്കുക. ബ്ലൂ ടീ മീൻസ് നമ്മുടെ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം കൊണ്ടുള്ള ചായ. വളരെ ഔഷധമൂല്യമുള്ളതാണിത്. ഒരു 5 ശംഖുപുഷ്പം എടുത്തു. ഇതാ 5 ശംഖുപുഷ്പം എടുത്തു. അതിനെ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് ഇങ്ങനെയാക്കി. ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ചായ. ഇനിയും സാദാ ചായ മാഷൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ശംഖുപുഷ്പം വളരെ ഔഷധമൂല്യമുള്ളതാണ്. കവിതകൾ എഴുതാനൊക്കെ ഉള്ളൊരു കണ്ടൻറ്റുമായിരുന്നു. കേട്ടിട്ടില്ലേ സിനിമാ ഗാനങ്ങൾ? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. അങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും ചുണ്ടിൽ ഒരു കാലത്ത് മൂളിക്കൊണ്ടിരുന്ന പാട്ടാണ്. ഒരു ലൈറ്റൂടെ ഇട്ട് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ. ഇനി സാദാ ചായ വയ്ക്കട്ടെ. മരമുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ശകുന്തളേ ശകുന്തളേ. അങ്ങനെ ശംഖുപുഷ്പത്തെക്കുറിച്ച് ഒരുപാട് കവിതകളും പാട്ടുകളും ഒക്കെ ഉണ്ട്. ഇനി ചായക്കുള്ള പരിപാടികൾ. നനയ്ക്കുവാൻ പൗർണമി മൺകുടം കൊണ്ടു നടക്കുമ്പോൾ നീലക്കാമുകിൽ കരിവണ്ടു മുരടുമ്പോൾ നിന്നെ കുറിച്ചെനിക്കോർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. അപ്പോൾ നമുക്ക് ഇനി സാദാ ചായ വയ്ക്കാം. അടുത്ത ചായയിലേക്ക് കിടക്കാം. ഈ ചായ കുടിച്ചുകൊണ്ട് അടുത്ത ചായയിലേക്ക് കിടക്കാം. ഇത് വളരെ ഔഷധ ഗുണമുണ്ട് കേട്ടോ. ആയുർവേദ വിധിപ്രകാരം ഇത് ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് വലിയ ഉണ്ടാക്കാൻ ഒരു 5 പൂ മതി. 5 പൂ തന്നെ വേണമെന്നില്ല. ഒരെണ്ണം ഇട്ടാൽ തന്നെ നല്ല നിറമാണ്. പിന്നെ അതിൻ്റെ ഗുണം ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ 5 എണ്ണം ഇട്ടെന്നേ ഉള്ളൂ. കിട്ടുമെങ്കിലും ഇത് അടുത്ത വീട്ടിൽ കാണുമല്ലോ, എവിടെയെങ്കിലും കാണും. അല്ലേ നമ്മൾ നടക്കാൻ പോകുമ്പോഴൊക്കെ കിട്ടിയാലോ ഒക്കെ അത് ഒരു 4-5 എണ്ണം കൊണ്ടുവന്നിട്ട് ഇടയ്ക്കൊക്കെ ഓരോ ചായ വെച്ച് കുടിക്കണം കേട്ടോ. നല്ലതാണ്. ഇന്ന് എല്ലാവരുടെയും മഴയൊക്കെ ഒന്ന് ശമിച്ച് നിൽക്കുക. ഇന്നലെ ശക്തമായ മഴ പെയ്തു രാത്രി. രാവിലെ
ഇന്നലെ ദോശയായിരുന്നല്ലോ, അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അതിന് തട്ടിക്കൂട്ട് സാമ്പാറൊന്നും വയ്ക്കുന്നില്ല. ദിവസവും തട്ടിക്കൂട്ടിയാലും ശരിയാവില്ലല്ലോ അല്ലേ. ചായ തിളക്കട്ടെ. ഇന്നിതിന് ഞാൻ ഒരു നല്ല തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി എടുത്തിട്ട് ഒരു 3 തക്കാളി ഒരു 3 തക്കാളി മതി കേട്ടോ. ഇതാ 3 തക്കാളി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിന് നല്ലോണം ചെറുതായിട്ട് അരിയണം കേട്ടോ. ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. അപ്പോൾ എളുപ്പമാകും, വഴറ്റാൻ എളുപ്പമാണ് ചെറുതായിട്ട് അരിയുന്നത്. ചായ തിളയ്ക്കുന്നു, ചായപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ ഈ 3 തക്കാളിയുടെ കൂടെ ഇത് പൊടിയായിട്ട് അരിയണം. ഒരു സവാള വെല്ലുള്ളി അതും കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു 4 വറ്റൽമുളക്, ഇതിൻ്റെ അളവാണ് പറയുന്നത്. 4 വറ്റൽമുളക്, അതും വറ്റൽമുളക് ഒന്ന് മൂക്കുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കുറച്ചധികം കറിവേപ്പില ഇടണം. നല്ലതാണ്. ഇവിടെ ഉണ്ട് കറിവേപ്പില അധികം ഇഷ്ടംപോലെ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മളത് നന്നായിട്ട് വഴറ്റിയിട്ട് മിക്സിയിൽ ഒരുപാട് അരയരുത്, 2 കറക്ക് കറക്കണം, അത്രേ ആകാവൂ. നല്ലതാണ്. ചായപ്പൊടി ഇട്ടിട്ട് മതി. മാഷിക്ക് ചായയുടെ സമയം കഴിഞ്ഞു. ഇന്ന് ഇത്തിരി വൈകിപ്പോയി. നിങ്ങളൊക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞല്ലേ? രാവിലെ എന്തോ എല്ലാവർക്കും ഊറ്റി കൊടുക്കട്ടെ മാഷൊക്കെ. ചൂടോടെ കൊണ്ട് കൊടുക്കണം, ചൂടോടെ കൊടുക്കണം ചായ. നിങ്ങൾ ഈ ചായയൊക്കെ ഒരാൾക്ക് നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ, ലിക്വിഡായിട്ടുള്ള എന്ത് കൊടുക്കുമ്പോഴും ഗ്ലാസ് തുളുമ്പാൻ നിൽക്കരുത്. ഇത്ര നിർത്തണം, ഇങ്ങനെ നിർത്തണം. കാരണം പണ്ട് പ്രായമുള്ളവരൊക്കെ പൂർവികരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയൊക്കെ പറയാറുണ്ട്, തുളുമ്പത്തിൽ ഏത് വെള്ളവും നമ്മൾ കുടിക്കാൻ കൊണ്ട് കൊടുക്കുമ്പോൾ തുളുമ്പ കൊടുക്കരുത്. അത് അവരൊക്കെ അന്നെന്തോ പുരാണങ്ങളാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇത് തുളുമ്പി ഈ കുടിക്കാൻ കൊടുക്കുന്നവരുടെ മേത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ മാഷ് കൊണ്ട് കൊടുത്തിട്ട് പറ്റേ. മാഷേ അങ്ങോട്ട് കൊണ്ടുവരാം. എവിടെ
ഇനി എൻ്റെ ചായ കൂറ്റട്ടെ. മാഷ് കൊണ്ട് കൊടുത്തു, പത്രം വായിച്ചുകൊണ്ടിരിക്കുക. നമുക്കല്ലേ രാവിലെ ഓരോന്നിനും തിരക്ക്. ആണുങ്ങൾക്കൊക്കെ പത്രം വായിച്ചു, ഓഫീസിൽ നിന്ന് വന്നാൽ ടി വി ഓൺ ചെയ്ത് ടി വിയുടെ മുമ്പിൽ ഇരുന്നു ഒക്കെ അവർക്ക്. നമുക്ക് ഓഫീസിൽ നിന്ന് വന്നാലും സ്കൂളിൽ നിന്ന് വന്നാലും ഇവിടെ നിന്ന് വന്നാലും ശരി, അപ്പോഴത്തേക്ക് ഡ്രസ്സ് മാറി അടുക്കള ഡ്രസ്സ് എടുത്തിട്ടു നേരെ അടുക്കളയിലേക്ക് വരുന്നു. ഇതൊക്കെയല്ലേ വീട്ടമ്മമാരുടെ അല്ലേ സത്യത്തിൽ? പക്ഷേ ഇന്നത്തെ വീട്ടമ്മമാർക്ക് എത്ര സൗകര്യങ്ങളാണ്. അന്ന് ഈ സൗകര്യം വല്ലതും ഉണ്ടോ? എൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗ്യാസൊക്കെ എത്രയോ കാലം കഴിഞ്ഞാണ്. എൻ്റെയൊക്കെ കാലത്തല്ലേ ഗ്യാസൊക്കെ വന്നേ. അന്ന് ഗ്യാസും ഒന്നും ഇല്ലല്ലോ. വിറക്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വിറകും, എത്ര ഉണങ്ങിയ വിറകും കത്തുകയില്ല. പാവങ്ങൾ, അവർക്കൊക്കെ നീറിയും പുകഞ്ഞും കരിയും ചെളിയായിട്ട് ജീവിക്കാനായിരുന്നു യോഗം അല്ലേ സത്യത്തിൽ? യാതൊരു സുഖഭോഗങ്ങളും അനുഭവിക്കാതെ കുറേ മക്കളെയും പ്രസവിച്ച് അവരെയും വളർത്തി കഷ്ടപ്പെട്ട് ഒക്കെ അവർ ഈ ഭൂമുഖത്തുനിന്ന് പോയി. ഈ ഭൂമുഖത്തുനിന്ന് അവർ അപ്രത്യക്ഷരായി. ആ കഷ്ടങ്ങളൊന്നും ഇന്നത്തെ കാലത്തില്ല. എന്നാലും ഇന്നത്തെ ജനങ്ങൾക്ക് സംതൃപ്തിയില്ല. അന്ന് അവർ സംതൃപ്തിയോടെ ജീവിച്ചിരുന്നു. കാരണം അവർക്ക് ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും ഒന്നുമില്ല. വിവാഹം കഴിക്കുക, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കുറേ ഒന്നൊന്നുമല്ല 7, 8, 10, 16 മക്കളെ വരെ പ്രസവിച്ച ആളുകളെ എനിക്കറിയാം. അതുങ്ങളെയൊക്കെ വളർത്തി കഴിയുമ്പോഴത്തേക്ക് അവരുടെ കാലവും കഴിയും, പിന്നെ ഇവിടുന്ന് പോകും. അങ്ങനെയാണല്ലോ അന്നത്തെ ആളുകളൊക്കെ അല്ലേ? ഇന്ന് എത്ര സുഖസൗകര്യങ്ങളാണ്. പക്ഷെ അന്ന് അവർക്ക് അതിലൊക്കെ അവർ അങ്ങ് സംതൃപ്തി കൊണ്ടിരുന്നു. കാരണം അവരുടെയൊക്കെ ചിന്താഗതി ഭർത്താവിനെ നോക്കുക, മക്കളെ വളർത്തുക, ഇത് മാത്രമാണ്. അവരെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്ന് അവരവരെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ഭർത്താവിൻ്റെയോ മക്കളെയോ കാര്യങ്ങളുള്ളൂ എന്നുള്ള ഒരു കാലഘട്ടം വന്നു. ഇനി അതും ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് പോകും. സ്വന്തം കാര്യം ചിന്താബാധാകും. ഏതായാലും സത്യം പറ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അന്നത്തെ ജീവിതമാണോ ഇന്നത്തെ ജീവിതമാണോ നല്ലതായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? ഞാൻ രാവിലെ ഇനിയിപ്പം തൊട്ട വീട്ടിൽ കോഴിമുട്ട ഇവിടെ ബിസിനസ്സുണ്ട്, നാടൻ കോഴിമുട്ട. അത് രാവിലെ പോയി മേടിക്കാൻ പോയതുകൊണ്ടാണ്, അടുത്ത 3 വീടപ്പുറം. അതുകൊണ്ടാണ് ഞാൻ മാഷക്ക് ചായ കൊടുക്കാൻ വൈകിയത്. ആ ചായ കിട്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. ഇതാ മുട്ട കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ആ കവറിൽ തന്നെ ഇരിക്കുന്നു. അവർ ഈ കവറിലൊക്കെ തന്നത്. ഇതോ നല്ല നാടൻ മുട്ട. നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. മഴക്കാലത്തെല്ലാവരും അതോ നല്ല വൃത്തിയുള്ള മുട്ട, നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പം. 10 രൂപ ഒരു മുട്ടയ്ക്ക്. ഇനി രാത്രി ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരമാണ് കേട്ടോ. പറ്റിയാലേ ചെയ്യും, ഇല്ലെങ്കിൽ ഉച്ചക്കത്തെ കൂട്ടാനും കൂട്ടിയും കഴിക്കും. അപ്പോൾ ഇനിയിപ്പം ഇഡലിയുടെ മാവ് ഇതാ, ഇഡലി ഒഴിച്ച് വയ്ക്കും. ഈ തക്കാളി ചട്നി ഉണ്ടാക്കും. പിന്നെ ചുക്കുവെള്ളം വെച്ചിട്ടില്ല, കുടിക്കാനുള്ള വെള്ളം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഓരോരോ ജോലികളായിട്ട് പ്രഭാതം കഴിയും. അപ്പോൾ ഇതൊന്നും ഞാനൊന്ന് കാണിക്കുന്നില്ല. എന്നും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി എന്തിനാണ് കാണിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും തക്കാളി ചട്നിയാണ്. ഇഡ്ഡലിപ്പൊടി ഇരിപ്പുണ്ട്, മതി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുപ്രഭാതം ടീച്ചർ പറയുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസവും രാവിലെ നിങ്ങളോട് ഇത്തിരി നേരമെങ്കിലും എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നേരമെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമാണ് രാവിലെ. അപ്പോൾ നിങ്ങൾക്കും എന്താ ഇന്ന് ടീച്ചറെ കണ്ടില്ലെന്ന് തോന്നുകയില്ലേ? അതുകൊണ്ടാണ് ടീച്ചർ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇനി ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ചോറും കൂട്ടാനും വയ്ക്കും, അത്ര തന്നെ. അത് 11 മണിയാകുമ്പോൾ 11 മണി കഴിയുമ്പോൾ, ഇപ്പോൾ ഇത്തിരി നേരത്തെ അവൾ വരുന്നത്. എൻ്റെ രജനി സഹായി എത്തും. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ സമ്മേളനങ്ങൾ, 2 പേരും കൂടെ ഒരു ബഹളമാണ് ഇവിടെ. അത് കഴിഞ്ഞ് അവൾ പോകുന്നിടം വരെ എനിക്കൊരു നല്ല ഹാപ്പിനെസ്സാണ്. 2 പേരും കൂടെ ഒന്നും മിണ്ടാൻ പറയാൻ ആളായില്ല. അത്രയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ചായ
നിങ്ങളെല്ലാവരും കണ്ടാൽ ഇതിപ്പോൾ എല്ലാം കോമണാണ്, എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. അപ്പോൾ 4 മണിക്കാണ് ഞാനിന്ന് ഒരു ചെമ്പരത്തി ചായ വെക്കുന്നത്. ഒരു 5 ചെമ്പരത്തി എടുക്കും. അതിൻ്റെ ആ പച്ച നിറത്തിലുള്ള എന്താ അതിൻ്റെ പേര്, എന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നു, പെറ്റൽസ് എന്തോ ഒരു പേരുണ്ട്, സയൻസിൽ പണ്ട് പഠിച്ചതാണ്. അപ്പം അതൊക്കെ കളഞ്ഞിട്ട് ആ ചുവപ്പ് മാത്രം ഇടും. അതിൻ്റെ നടുക്കത്തേത് നുള്ളി കളഞ്ഞിട്ട് ഒരു 5 ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ച്, ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ച് അതിനെ തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി കുടിക്കുക. നല്ലതാണ്, ഹൃദയ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണെന്നാണ് പറയുന്നത്. ഞാനിതൊക്കെ അറിയുന്നു, ഞാൻ പറഞ്ഞല്ലോ. എന്നും ഞാൻ അവളെ കൊണ്ട് വാഴ്ത്തുകയാണ് എൻ്റെ സ്റ്റുഡൻറ്റിനെ. കുട്ടികളെ പഠിപ്പിച്ചു വിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളിൽ ടീച്ചേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, സാധാ ജോലിക്കാരുണ്ട്, ഓഫീസ് ക്ലർക്കുമാരുണ്ട്, അങ്ങനെ പിന്നെ പാല് കൊണ്ടിരുന്നവരുണ്ട്, മത്സ്യം കൊണ്ടിരുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, വിവിധ തരം കുട്ടികളെ, കളക്ടറുണ്ട്, ഒക്കെ നമ്മൾ പഠിപ്പിച്ച കുട്ടികളില്ലേ. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ കളക്ടർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു സംതൃപ്തിയാണുള്ളത്. എല്ലാ ജോലിയും അതിൻ്റേതായ മാഹാത്മ്യമുള്ളതാണ്. പത്രം കൊണ്ടിരുന്ന ബോയി ഇല്ലെങ്കിൽ നമുക്ക് പത്രം കിട്ടുമോ? മീൻ കൊണ്ടിരുന്ന പയ്യനില്ലേ മീൻ കിട്ടുമോ? പാല് നമ്മുടെ പഠിക്കലെത്തുന്നത് എങ്ങനെയാണ്? അതൊക്കെ നമുക്ക് എല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉന്നതിയിരിക്കുന്ന കുട്ടിയെക്കാട്ടിലും പ്രാധാന്യം സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ്, അല്ലേ? അപ്പോൾ അധ്യാപകർക്കുള്ളൊരു മെച്ചം അതാണല്ലോ. എവിടെ ചെന്നാലും അവർ പഠിപ്പിച്ച കുട്ടികളായിരിക്കും. ഇവിടെയൊക്കെ കടകളിലും എല്ലാം എൻ്റെ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ മാഷുടെ സ്റ്റുഡൻറ്റോ ആണ്. അപ്പോൾ അങ്ങനെ നമുക്കതൊരു, പിന്നെ അധ്യാപകർ, ഏതൊരു കുട്ടിയും കളക്ടറായാലും ഇന്ത്യൻ പ്രസിഡൻ്റായാലും ഒരു അധ്യാപകനിലൂടെയാണല്ലോ അവർ മുകളിലേക്ക് പോയത്. അപ്പോൾ എല്ലാവരും മാനിക്കപ്പെടുന്ന ഒരു ജോലിയാണല്ലോ അധ്യാപകൻ എന്നുള്ളത്. എനിക്ക് കുട്ടിക്കാലത്തെ ടീച്ചറാകാൻ ഇഷ്ടമാണ്. കുട്ടിയിലെ ടീച്ചറാകാൻ ഇഷ്ടം വന്നത് എന്നാന്ന് വെച്ചാൽ, അന്ന് നമുക്കൊരു ബോധമുള്ള സമയമല്ലല്ലോ. എങ്കിൽ പോലും വീട്ടിലെല്ലാവരും അധ്യാപകരായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മയുടെ ചേച്ചി അനിയത്തി ഒക്കെ ടീച്ചേഴ്സായിരുന്നു. അവരൊക്കെ രാവിലെ സാരിയൊക്കെ ഉടുത്ത്, അന്ന് സാരിയല്ല മുണ്ടും നേരിയതും, അതൊക്കെ ഉടുത്ത് ബാഗുമൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ച് രാവിലെ ഒരുങ്ങി ഇങ്ങനെ പോകുന്ന കാണുമ്പം വളരെ സന്തോഷം അങ്ങനെ പോകാൻ. അന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. അല്ലാതെ അധ്യാപകൻ്റെ മാഹാത്മ്യമോ അധ്യാപകരെ കുറിച്ചൊന്നും അറിയാമായിട്ടില്ല. ഏതായാലും ഏത് കാര്യത്തിനും നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ വളർന്നു വരുന്തോറും എൻ്റെ മനസ്സിൽ ആ അധ്യാപകരാണ് ഉണ്ടായിരുന്നത്. ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴും എനിക്ക് ടീച്ചേഴ്സിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇന്നും ഇഷ്ടമാണ്, എന്നും ഇഷ്ടമാണ്. അപ്പോഴങ്ങനെ ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടന്നാണ് എനിക്ക് വളർന്നു വന്നപ്പം എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് വെറുതെ ചോദിച്ചു, അത് വിടാനൊന്നും ഉള്ള പ്രാപ്തിയൊന്നും ഉണ്ടായിട്ടില്ല, മോൾക്ക് എന്താകാനാണ് ആഗ്രഹം ചോദിച്ചു. എല്ലാ പേരൻസും ചോദിക്കുന്ന പോലെ ടീച്ചേഴ്സും ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ടീച്ചറാകണം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ പറ്റില്ലല്ലോ. ഏതൊന്നാകണമെങ്കിലും നമ്മൾ അതാകണമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല, അതിൻ്റെ ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ, നമ്മളതിനായിട്ട് പരിശ്രമിച്ചാൽ നമുക്കത് നേടാൻ കുറച്ചൊക്കെ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പിന്നെ ടീച്ചേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും റിട്ടയർ ചെയ്താൽ അതോടെ അത് കഴിയും. അതേ സമയത്ത് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്നിടം വരെ അവർ അധ്യാപകർ തന്നെയാണ്. കുട്ടികൾ ഏത് വലിയ നിലയിലെത്തിയാലും അവർ ടീച്ചേഴ്സിനെ ഒരുപാട് ബഹുമാനിക്കും, സ്നേഹിക്കും, അല്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് കുട്ടികൾ, അപ്പോൾ അവരുടെ പേരൻസിനും നമ്മളോട് നല്ല റെസ്പെക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് പേരുടെ സ്നേഹവും പിന്നെ ബഹുമാനവും ഒക്കെ ഏറ്റുവാങ്ങുന്നവരാണല്ലോ ടീച്ചേഴ്സ്, അല്ലേ? അതല്ലേ നമ്മുടെ ആദരണീയനായ ദി ഗ്രേറ്റ് രാധാകൃഷ്ണൻ, നമ്മുടെ പ്രസിഡൻറ്റ്, ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞ ആ മഹാൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിച്ചത്, അല്ലേ? അപ്പോൾ അതൊക്കെ ഒരുപാട് പ്രൗഡ് മൂമെൻറ്റ്സാണ്, ഒരുപാട് സന്തോഷമാണ്. ഒത്തിരി എല്ലാ ടീച്ചേഴ്സിനും എല്ലാ മനുഷ്യർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ്. എത്രയും മുമ്പേ ഞാനിത് വൈൻഡപ്പ് ചെയ്യേണ്ട ആളാണ്. പറഞ്ഞു വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അത് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളോട് സംസാരിക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കണം, നമ്മുടെ തക്കാളി ചട്നി ഉണ്ടാക്കണം, ചുക്കുവെള്ളം തിളപ്പിക്കണം, മുട്ടയൊന്ന് ബുൾസയാക്കണം. ഇതാണ് ഇന്നത്തെ പ്രഭാതത്തിലെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സുദിനം ആശംസിച്ചുകൊണ്ട്
ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരയൂ.